മാരനെ തിരിച്ചു കിട്ടാൻ. ആ സ്ത്രീ ഏങ്ങലടിച്ച് വിതുമ്പിയാണ് തിരുമണവാട്ടി ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലെത്തിയത്. കരച്ചിൽ നിർത്താൻ എത്ര പാടുപെട്ട് ശ്രമിച്ചിട്ടും ആകുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കി. പറ്റുന്നില്ല. കഥനഭാരത്താൽ ബോധമറ്റ് അവരിപ്പോൾ വീഴുമോ എന്ന് തോന്നുന്ന തരത്തിലാണ് സങ്കടം. അങ്ങ് ദൂരെ ദൗമത്തുൽ ജന്തലിൽ നിന്നാണവർ എത്തിയിരിക്കുന്നത്. ദീർഘകാലമായി തന്നെ അലട്ടുന്ന നീറുന്ന പ്രശ്നത്തിന് പരിഹാരം തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ കയറി വന്നപ്പോൾ തന്നെ ആർത്തലച്ചുകൊണ്ടാണ് അവർ വീടിനകത്തേക്ക് കടന്നു വന്നത്. തന്നെ കണ്ടതോടെ അതൊന്നുകൂടി കനത്തിലായി, ഉച്ചത്തിലായി. ഓടിവന്ന് തൻ്റെ തോളത്ത് തല ചായ്ച്ച് അവർ തളർന്നു വീണു. സാന്ത്വനിപ്പിക്കാൻ പണിപ്പെട്ട് ശ്രമിച്ചപ്പോൾ തെല്ലൊന്നടങ്ങിയതേയുള്ളൂ. അവർ നിന്ന് നിലവിളിക്കുക തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വിവരം വഴിയിൽ നിന്നത്രേ അവരറിഞ്ഞത്. തൻ്റെ അവസാന അത്താണിയും നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞ വ്യാകുലത കൊണ്ടാണ്, അതേൽപ്പിച്ച ഷോക്ക് കൊണ്ടാണ് സഹിക്കവയ്യാതെ അവർ അലമുറയിടുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് കാര്യങ്ങൾ തിരക്കി. അവർക്ക് കഥ വിവരിക്കാൻ തുടങ്ങി. അതൊരു കൂടോത്രത്തിൻ്റെ കഥയാണ്, സിഹ്റിൻ്റെ കഥ. അവർ വിവരിച്ചു. എൻ്റെ ഭർത്താവ് ഒരിക്കൽ എന്നെ വിട്ടേച്ച് എങ്ങോ പോയി. അദ്ദേഹം തിരിച്ചു വരാത്തതിലുള്ള ആശങ്കയോടെ ഞാൻ കുറേ കാത്തിരുന്നു. എൻ്റെ കാത്തിരിപ്പങ്ങനെ നീണ്ടു. ദിനങ്ങൾ ആഴ്ചകളായി. ഒടുവിൽ മാസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറി. വിരഹദുഃഖം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. ഒരിക്കൽ അപരിചിതയായ വൃത്തികെട്ട ഒരു വയസ്സെത്തിത്തള്ള എന്നെ കാണാൻ വന്നു. ചടച്ച രൂപവും വികൃത മുഖഭാവവുമാണവരുടേത്. വല്ലാത്ത നാറ്റവും അതെന്നിൽ മടുപ്പുളവാക്കിയെങ്കിലും എന്നെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് എന്നോട് സഹതപിച്ചപ്പോൾ ഞാൻ അവരോട് കൂട്ടുകൂടി. നിന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടും, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി, അവർ പറഞ്ഞു. എങ്കിൽ ഞാൻ എന്തും ചെയ്യാം. അദ്ദേഹത്തെ ചൊല്ലി തീ തിന്നുകയാണ് ഞാൻ. സാരമില്ല മോളെ, ഇന്ന് രാത്രി നിന്റെ അടുക്കൽ 2 കറുത്ത പട്ടികൾ വരും. നീ ഉറങ്ങാതെ ഇരുന്നോളണം. ധൈര്യം കൈവിടാതെ ഒരു ശ്വാനൻ്റെ പുറത്ത് നീ കയറിയിരിക്കണം. പേടിക്കരുത്, നിന്റെ കാര്യം സാധിക്കും, ഉറപ്പ്. എൻ്റെ മാരനെ തിരിച്ചു കിട്ടുകയുമെങ്കിൽ അങ്ങനെയാകട്ടെ, എനിക്ക് സമ്മതം. നിശ ചിഗൂരമഴിച്ചിട്ട് അഴിഞ്ഞാടി. കുറുക്കന്മാരുടെ നീണ്ട ഓരികൾ കേട്ടു. ഞാൻ പേടിച്ചു. എന്നാലും ധൈര്യം സംഭരിച്ച് ഒറ്റയ്ക്ക് ഉമ്മറത്തിരിക്കുകയാണ്. പറഞ്ഞ പോലെ മുറ്റത്ത് 2 കറുത്ത പട്ടികൾ എങ്ങുനിന്നോ പ്രത്യക്ഷപ്പെട്ടു. നാക്ക് നീട്ടി എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. അവ നിൽക്കുകയാണ്. കൂർത്ത കോമ്പലുകൾ കാട്ടി അണക്കുകയാണ്. ഞാൻ ധൈര്യം സംഭരിച്ച് കണ്ണടച്ച് ശുനകപ്പുറത്ത് കയറിയിരുന്നു. അതെനിക്ക് വഴങ്ങി. എന്നെയും കൊണ്ട് ഒരു പാച്ചിൽ. കാടുകളും മേടുകളും മലയും മരുഭൂമിയും ഞൊടിയിടയിൽ പുറകോട്ട് പാഞ്ഞു. ഏതോ ഒരിടത്ത് നിന്നതോർമ്മയുണ്ട്. അത് ഇറാഖിലെ ബാബിലോണിയയാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. ഞാൻ പരിസരം വീക്ഷിച്ചു. അവിടെ വിചിത്രമായൊരു കാഴ്ച ഞാൻ കണ്ടു. കിണർ പോലെയുള്ള ഒരു കുഴിയിൽ തല കീഴോട്ടാക്കി കാലിൽ ബന്ധിക്കപ്പെട്ട 2 പേർ കിടക്കുന്നു. ഞാൻ അവരോട് എൻ്റെ ഭർത്താവിനെ കണ്ടെത്താൻ വല്ല വിദ്യയുമുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ വീടുകൾ ക്ഷുദ്രമാണ്, നീയത് പഠിക്കേണ്ട. ഞങ്ങൾ കുഴപ്പക്കാരാണ്. ഇത് പഠിച്ച് നിന്റെ വിശ്വാസം നാശപ്പെടുത്തരുത്, തിരിച്ച് പൊയ്ക്കൊള്ളൂ. ഞാൻ സമ്മതിച്ചില്ല. കൈവിട്ടുപോയ എൻ്റെ മാരനെ തിരിച്ചു കൊണ്ടുവരാനുള്ള വിദ്യ പഠിക്കാതെ
പിന്തിരിയില്ലെന്ന് ഞാൻ അവരോട് ആണയിട്ടു. എങ്കിൽ ശരി, നിനക്കത്ര നിർബന്ധമാണെങ്കിൽ കുറച്ചപ്പുറത്ത് കാണുന്ന ചാരം മൂടിയ ആ അടുപ്പിലേക്ക് ഒന്ന് മൂത്രമൊഴിച്ചേക്കൂ, എന്നിട്ട് വരൂ, അവർ പറഞ്ഞു. ഞാനത് ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തിയപ്പോൾ എനിക്കാകെ വിറയൽ, വല്ലാത്ത പേടിയും. ഞാൻ ആകെ വല്ലാതായി. മൂത്രമൊഴിക്കാതെ തിരിച്ചു പോന്നു. വീണ്ടും തലകീഴെ കിടക്കുന്ന രൂപങ്ങളെ സന്ധിച്ചു. നീ മൂത്രമൊഴിച്ചോ? അവർ ചോദിച്ചു. ഉവ്വ്, ഞാൻ കളവ് പറഞ്ഞു. എന്നിട്ടെന്ത് കണ്ടു? ഒന്നും കണ്ടില്ല. എങ്കിൽ നീ മൂത്രമൊഴിച്ചിട്ടില്ല. വീട്ടിലേക്ക് തിരിച്ചു പൊയ്ക്കൊള്ളൂ. വെറുതെ കാഫിറാകാൻ നിൽക്കണ്ട. എനിക്കത് പഠിച്ചേ തീരൂ. എൻ്റെ കണവനെ കിട്ടണം. അതിനുള്ള മാർഗം കണ്ടെത്തണം. എങ്കിൽ നീ മൂത്രമൊഴിക്കുക തന്നെ വേണം. ഞാൻ വീണ്ടും ആ അടുപ്പിനെ സമീപിച്ചു. അതേ പേടിയും രോമാഞ്ചവും അസ്വസ്ഥതയും എന്നെയും ഗ്രസിച്ചു. ഞാൻ മടങ്ങി. അവരെന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ അയച്ചു. മൂന്നാം തവണ ഞാൻ എല്ലാ ധൈര്യവും സംഭരിച്ച് ആ അടുപ്പിലേക്ക് മുള്ളുക തന്നെ ചെയ്തു. അതോടെ ഞാനൊരത്ഭുതം കണ്ടു. എൻ്റെ ശരീരത്തിൽ നിന്ന് പടയങ്കി ധരിച്ച ഒരാൾ കുതിരപ്പുറത്ത് മേലോട്ടുയർന്നു. ഞാനത് വിസ്മയത്തോടെ നോക്കി നിന്നു. അവരോട് ചെന്ന് കാര്യമുരത്തു. ഇപ്പോൾ നീ പറഞ്ഞത് വാസ്തവം. ആ പുറപ്പെട്ടത് നിന്റെ സത്യവിശ്വാസമാണ്, ഈമാനാണ്. ഇനി നിനക്ക് ആഭിചാരം സ്വയം തന്നെ മനസ്സിലായിക്കൊള്ളും. ആരും പഠിപ്പിക്കേണ്ട. വീട്ടിലേക്ക് പൊയ്ക്കൊള്ളൂ, അവർ പറഞ്ഞു. ഞാൻ നിരാശയായി ആ പട്ടിപ്പുറത്ത് തന്നെ തിരിച്ചു പോന്നു. വീട്ടിനുമ്മറത്ത് ആ കിഴവി എന്നെ കാത്തിരിക്കുന്നു. ഞാനൊന്നും പഠിച്ചില്ല. ഭർത്താവിനെ കിട്ടിയുമില്ല. വെറുതെ സമയം മെനക്കെടുത്തി. ഞാൻ പറഞ്ഞു, നീ എല്ലാം പഠിച്ചു കഴിഞ്ഞു. നോക്കൂ, ഈ ഗോതമ്പ് കയ്യിലെടുത്ത് നിനക്കിഷ്ടമുള്ളത് പറഞ്ഞേക്ക്. അതങ്ങനെ തന്നെ സംഭവിക്കും. ഞാനത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. വാങ്ങി നിലത്തേക്കിട്ടു. മുളക്കട്ടെ എന്ന് പറഞ്ഞു നോക്കി. പെട്ടെന്നത് മുള പൊട്ടി. കതിര് വരട്ടെ എന്നുരത്തപ്പോൾ വിളഞ്ഞു. കൊയ്യാൻ കരുതി താനെ മുറിഞ്ഞത് നിലത്ത് വീണു. പൊടിക്കാം എന്നോർത്തു. അത് സ്വയം പൊടിഞ്ഞു. ഇനി ഇത്തിരി പത്തിരി ചുടാം എന്ന് കരുതിയതേയുള്ളൂ. ആവി പറക്കുന്ന പത്തിരികൾ എൻ്റെ ഉള്ളം കയ്യിൽ. പറഞ്ഞതെല്ലാം കണ്ണു ചിമ്മുന്ന വേഗതയിൽ നടക്കുന്നു. എനിക്കെല്ലാം തിരിച്ചു കിട്ടി. പക്ഷേ ഏറ്റവും വിലപ്പെട്ട ഒന്നെനിക്ക് നഷ്ടമായി. ഉമ്മുൽ മുഅ്മിനീൻ, എൻ്റെ ഈമാൻ. അതെനിക്ക് തിരിച്ചു കിട്ടണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? അവർ ധീരമായി കണ്ണുകളിലേക്ക് നോക്കി കേഴുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ആ സ്ത്രീക്ക് കൊടുത്ത ഉപദേശം: നിന്റെ വൃദ്ധരായ മാതാപിതാക്കൾ മരിക്കുവോളം അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, ഒരു പക്ഷേ ഈമാൻ തിരിച്ച് കിട്ടിയേക്കും എന്നായിരുന്നു.